ഹലോ ഗൈസ്, വീണ്ടും വണക്കം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തായാലും ഇന്ന് ഞങ്ങളൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു, ഒരു മാരേജ് ഫംഗ്ഷനിൽ. അപ്പം ഞാൻ, അമ്മ, അനിയത്തി, എൻ്റെ അനിയന്മാർ, ആൻറ്റിയൊക്കെ ആയിട്ടാണ് പോയത്. നൈറ്റ് ആയിരുന്നു കേട്ടോ, ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. പിന്നെ അവന്മാരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ടീംസാണ് അവർ. എന്നെ ഭയങ്കര അനുസരണമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പം എന്നെ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചതുമില്ല, അവന്മാരോട്ട് വീഡിയോ വന്നതുമില്ല. ഇവൻ താഴെ മുടി ഒതുക്കുന്നത് ക്യാമറ ഓണാന്ന് അറിയാതെയാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ക്യാമറ ഓണാണ്. അങ്ങനെ ഫോൺ എൻ്റെ കയ്യിൽ അതേ കണക്ക് തിരിച്ചു തന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ റൈസ്, ചിക്കൻ കറി, പൊറോട്ട, ഗോബി മഞ്ചൂരി, അപ്പം, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റൈസും ചിക്കൻ കറി എടുത്തത്. എനിക്ക് പൊറോട്ട അങ്ങോട്ട് തൊണ്ടക്കുഴിയും താഴോട്ട് ഇറങ്ങത്തില്ല, അതുകൊണ്ടാണ് ഞാൻ റൈസ് എടുത്തത്. ഉള്ളത് പറയാനാണെങ്കിൽ എനിക്ക് നിൽക്കാനും ഇരിക്കാനും നടക്കാനൊന്നും വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ രക്തത്തിലങ്ങ് അലിഞ്ഞു പോയി ഈ വീഡിയോ എടുക്കുന്ന സംഭവം. ആരുടെയും കയ്യിൽ നിന്ന് അടിയിട്ടത് ഭാഗ്യം ഇതുവരെ. പിന്നെ ഗൈസ്, നമുക്കവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ ഉണ്ട് ആ ചെറുക്കൻ എൻ്റെ ഐസ്ക്രീം മേടിച്ചുകൊണ്ടങ്ങ് പോയി, എനിക്ക് തന്നത്. പിന്നെ ഞാൻ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്ത് ഐസ്ക്രീം മേടിച്ച്. പിന്നെ ഞങ്ങളവിടെ ഐസ്ക്രീം കഴിച്ച് വൈബടിക്കുകയായിരുന്നു. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് കേട്ടോ. പിന്നെ ഉണ്ട്, ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ കൊള്ളത്തില്ല, വേറെ എടുക്കാമെന്ന് പറയും. അത് പോരാ ഇത് പോരാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എടുപ്പിച്ച്. പിന്നെ ഞാനും അവനുമല്ല, അവൻ മാത്രം ഇരുന്ന് വായി നോക്കി. അവൻ വായി നോക്കുന്നത് കണ്ട് ഞാനിങ്ങനെ അവനെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഓഡിറ്റോറിയം ആ ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് കായലായിരുന്നു കേട്ടോ, കായൽ. അങ്ങനെ ആ കായലിൻ്റെ സൈഡിലോട്ട് പോയി. അമ്മയും ഞാനും ആദ്യം കൂടി അങ്ങോട്ട് പോയി. പിന്നെ ആ പാലം ഉണ്ടല്ലോ, നമ്മുടെ ആശ്രമത്തിൽ നിന്ന് തേവള്ളിയിലോട്ട് പോകുന്ന പാലമാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. അതായിരിക്കണം. അഥവാ ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ അനുമാനമാണെന്ന് പറയുന്നത്. പിന്നെ അവളെയും വിളിച്ചു നിർത്തി കുറേ വീഡിയോ എടുത്ത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മ പറഞ്ഞ പാലത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ നിന്ന് കുറച്ച് കാറ്റ് കൊള്ളാമെന്ന്. അങ്ങനെ ആ കാറ്റൊക്കെ കൊണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗ്രൗണ്ട് ഏതാണ്. ഇതൊക്കെ ഉണ്ടോ, ആ ലൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ, അടിപൊളി ഒരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി.